പേര് ജോബി എന്നാണ്. ഞാൻ 1 വർഷം മുന്നേ ഷാർജ ക്യൂട്ടീസിൽ പ്രൊസീജിയർ ചെയ്തതാണ്. അന്ന് ഫ്രണ്ട് ഏരിയയിലായിരുന്നു ചെയ്തിരുന്നത്. അപ്പം അതിനുശേഷം നല്ല റിസൾട്ട് വന്നു. അപ്പോൾ അതുകൊണ്ട് ക്രൗൺ ഏരിയ അന്ന് ചെയ്തിരുന്നില്ല. അപ്പം ക്രൗൺ ഏരിയയും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ വന്നതാണ്. അപ്പോൾ ആദ്യം വന്നപ്പം കുറേ ആശങ്കകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ പോലെ എങ്ങനെ ആയിരിക്കും, ഇതിൻ്റെ പെയിൻ എങ്ങനെ ആയിരിക്കും, അങ്ങനെയൊക്കെയുള്ള പല ആശങ്കകളും ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇത് അധികം ഒരു വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് പ്രൊസീജിയർ ഒന്നും അല്ല. ഈസി ആയിട്ട് നമുക്ക് ടോളറേറ്റ് ചെയ്യാവുന്ന കേസേ ഉള്ളൂ. അതുകൊണ്ട് ക്രൗൺ ഏരിയ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നോട് റെഗുലറായിട്ട് 5 PRP ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനൊരു ബേസിക്കലി ഒരു ലേസി പേഴ്സൺ ആണ്. അതുകൊണ്ടാണ് വരാൻ പറ്റിയില്ല. അവിടെ ഒരു PRP ചെയ്തിരുന്നുള്ളൂ. ഒരു പക്ഷേ എല്ലാം ചെയ്തിരുന്നെങ്കിൽ ഇതിലും നല്ല റിസൾട്ട് വന്നേനെ. എന്തായാലും ഈ പ്രാവശ്യം എല്ലാ PRPക്കും വരാമെന്ന് വിചാരിക്കുന്നു. ഞാൻ PRP ചെയ്യാൻ വന്നപ്പോഴാണ് ഡോക്ടറെ വീണ്ടും കണ്ടത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ ക്രൗൺ ഏരിയ കൂടെ നമുക്ക് ചെയ്യാം, ചെയ്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് പിന്നെ ക്രൗൺ ഏരിയ കൂടെ ചെയ്യാമെന്ന് തീരുമാനിച്ചത്. എന്തായാലും ഇനിയിപ്പോൾ പ്രൊസീജിയർ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം. പ്രൊസീജിയർ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. സെക്കൻഡ് സിറ്റിംഗ് ആയിരുന്നു. ഫസ്റ്റ് സിറ്റിംഗ് ഏകദേശം 1 year ബാക്ക് ആയിരുന്നു. നല്ല രീതിയിൽ നടന്നിരുന്നു. അതേപോലെ തന്നെ അതിൻ്റെ റിസൾട്ടും വളരെ സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. അന്ന് പേടിച്ച പോലെ അങ്ങനെ പെയിനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ സെക്കൻഡും കൂടെ ചെയ്യാമെന്നുള്ളൊരു ധൈര്യം വന്നു. അപ്പം കുറച്ച് ഈ ബാക്ക് സൈഡ് ക്രൗൺ ഏരിയ കുറച്ച് ചെയ്തിട്ടില്ലായിരുന്നു. അതും ചെയ്തു. പെയിനൊക്കെ ഉണ്ടോ എന്ന് നോക്കി സൂക്ഷിച്ച് അവർ വളരെ കെയറോടുകൂടിയാണ് നമുക്ക് എല്ലാ പ്രൊസീജിയറും ചെയ്തത്. അപ്പം വളരെ സാറ്റിസ്ഫാക്ടറി ആയിരുന്നു. അപ്പോൾ ഓൾറെഡി ഫെമിലിയർ ആയതുകൊണ്ട് ആ ഒരു കംഫർട്ട് ലെവൽ വളരെ നല്ലതായിരുന്നു. ആദ്യം തന്ന അതേ കെയറോടുകൂടി തന്നെയാണ് അവർ ഈ പ്രൊസീജിയറും ചെയ്തത്. അപ്പോൾ അതിൽ വളരെ സാറ്റിസ്ഫൈഡ് ആണ്. താങ്ക്സ് ടു ക്യൂട്ടീസ് ഇന്റർനാഷണൽ ഷാർജ.